പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ പെർത്തിലൂടെയുള്ള സഞ്ചാരം തുടരുമ്പോൾ ഫ്രീമാൻഡിൽ എന്ന പഴയ നഗരഭാഗത്തേക്കെത്തുന്നു. വലതുവശത്ത് ഒരു ജയിലിന്റെ മതിലാണ് കാണുന്നത്. ആ ജയിൽ കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നതും. ഫ്രീമാൻഡിൽ പ്രിസൺ. മുന്നിൽ കാണുന്നതാണ് ജയിലിന്റെ പ്രധാന എൻട്രൻസ്. മതിൽക്കെട്ടിന് പുറത്ത് ചില ബംഗ്ലാവുകളുണ്ട്. ജയിൽ ഉദ്യോഗസ്ഥരുടെ താമസയിടങ്ങളായിരുന്നു ഇത്. ജയിൽ ചാപ്ലിൻ അഥവാ പാതിരിയുടെയും താമസം മതിൽക്കെട്ടിന് പുറത്തുള്ള കെട്ടിടത്തിലായിരുന്നു. സർജൻസ് റെസിഡൻസ് എന്ന കെട്ടിടമാണിത്. ഇതാകട്ടെ ജയിലിലെ മജിസ്ട്രേറ്റിന്റെ വീടും. ജയിലിന് പുറത്തുള്ള ടെറസ് ഗാർഡൻ എന്ന ഈ ഭാഗത്താണ് ജയിലിലെ ഉദ്യോഗസ്ഥരെല്ലാം വസിച്ചിരുന്നത്. ഞങ്ങൾ വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്തു. എന്റെ കൂടെ ഷാജു, ഐൻസ്റ്റീൻ എന്നീ സുഹൃത്തുക്കൾ കൂടിയുണ്ട്. ഇതാണ് ജയിലിന്റെ പ്രധാന എൻട്രൻസ്. ഗേറ്റ് ഹൗസ് എന്നാണ് ഇതിന് പറയുന്നത്. ഒരു ഇംഗ്ലീഷ് കോട്ടയുടെ കവാടം പോലെയുണ്ട്. ചീഫ് വാർഡൻ വസിച്ചിരുന്നത് ഇതിന്റെ 2ാം നിലയിലാണ്. ബ്രിട്ടനിൽ നിന്നും ബ്രിട്ടന്റെ പല കോളനികളിൽ നിന്നും കൊണ്ടുവരുന്ന കുറ്റവാളികളെ പാർപ്പിക്കാനായിരുന്നു ഫ്രീമാൻഡിൽ പ്രിസൺ പണിതത്. പിന്നീട് ഓസ്ട്രേലിയയിലെ കുറ്റവാളികൾക്കുള്ള ജയിലായി ഇത് മാറ്റുകയായിരുന്നു. ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും പഴയ ജയിലുകളിലൊന്നാണിത്. ഇപ്പോൾ ഇതൊരു പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. 5 തരം ടൂറുകൾ നടക്കുന്നുണ്ട് ഇവിടെ. അതിന്റെ ബോർഡുകൾ ചുമരിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൺവിക്ട് പ്രിസൺ, ബിഹൈൻഡ് ബാർസ്, ട്രൂ ക്രൈം, ടണൽസ്, ടോർച്ച് ലൈറ്റ് എന്നിങ്ങനെ പല തീമിലുള്ള ടൂറുകൾ. ഓൺലൈനിൽ നേരത്തെ ബുക്ക് ചെയ്താലും ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഐൻസ്റ്റൈനും ഷാജുവും ടിക്കറ്റ് എടുത്തു വന്നു. കുട്ടികളുടെ വലിയ സംഘങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. ഞാനിവിടെ കാത്തുനിന്ന അരമണിക്കൂർ കൊണ്ട് തന്നെ പല സ്കൂളുകളിൽ നിന്നുള്ള നിരവധി കുട്ടികൾ വരുന്നത് കണ്ടു. ഇവിടെ സ്റ്റഡി ടൂർ എന്നത് പാട്ടുവെച്ച ബസ്സിൽ ഏതെങ്കിലും പട്ടണത്തിലേക്കുള്ള സാധാരണ യാത്രയല്ല. ഇത്തരം സ്ഥലങ്ങളിലേക്കാണ് കുട്ടികൾ വരുന്നത്. അവിടങ്ങളിൽ നിന്ന് സ്വന്തം രാജ്യത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ കഥകൾ അവർ കണ്ടും കേട്ടും മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ടൂർ തുടങ്ങേണ്ട സമയമായി. ഈ തൊപ്പിക്കാരനാണ് ഞങ്ങളുടെ ഗൈഡ്. അദ്ദേഹം ടിക്കറ്റ് പരിശോധിച്ചു. ടൂർ ഇവിടെ നിന്നുമാണ് പുറപ്പെടുന്നത്. 1.25 മണിക്കൂറാണ് ആ ടൂർ. ഞങ്ങൾ ആദ്യ ഭാഗത്തേക്ക് കയറി ചെന്നു. ശിക്ഷിക്കപ്പെട്ട ഒരാൾ ഈ ജയിലിൽ പ്രവേശിക്കുമ്പോൾ ആദ്യമെത്തുക ഇവിടെയാണ്. കർശനമായ പരിശോധനയാണ് ആദ്യ പരിപാടി. തടവുകാരെ പൂർണ്ണമായും വിവസ്ത്രരാക്കി പരിശോധിക്കും. ധരിച്ചു വന്ന വസ്ത്രം ഇവിടെ അഴിച്ചു വാങ്ങും. കൈവശമുള്ളതെല്ലാം ഏൽപ്പിക്കണം. തുടർന്ന് ഒരു ഷവറുണ്ട്. ഇവിടെ നിന്നും കുളിച്ചിട്ട് വേണം ജയിലിൽ പ്രവേശിക്കാൻ. പരിശോധനയും കുളിയും കഴിഞ്ഞ് ജയിൽ വസ്ത്രം ധരിക്കുന്നവർ പിന്നെ ഇറങ്ങുക ഇവിടേക്കാണ്. മയക്കുമരുന്നോ ആയുധങ്ങളോ ഒന്നും തടവുകാരുടെ പക്കലില്ല എന്ന് ഉറപ്പുവരുത്തിയാണ് ഇവിടെ എത്തിക്കുക. ഗൈഡ് ഞങ്ങളെ അവിടെ നിരത്തി നിർത്തി കാര്യങ്ങൾ വിശദീകരിച്ചു തന്നു. വളരെ സരസമായ കഥകൾ പറയുന്ന നല്ലൊരു ഗൈഡ്. ഒരു കൗബോയ് ലുക്കുണ്ട് അയാൾക്ക്. വമ്പനൊരു കോംപ്ലക്സ് ആണ് ഫ്രീമാൻഡിൽ പ്രിസൺ. സായിപ്പ് പണിയുന്ന ഇത്തരം നിർമ്മിതികൾക്കെല്ലാം വേറിട്ടൊരു സൗന്ദര്യമുണ്ടാകും. കെട്ടിടങ്ങൾക്കിടയിൽ മനോഹരമായ പുൽമേട്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഇടമാണ് ഈ ജയിൽ. നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിലും മറ്റും ഇങ്ങനെ ചരിത്ര സ്മാരകമാക്കി സംരക്ഷിച്ച് പകരം ആധുനിക സൗകര്യമുള്ള ജയിൽ പണിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ അടുത്ത ബ്ലോക്കിലേക്ക് നടന്നു. ഇവിടുത്തെ കിച്ചൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കാണാനാണ് പോകുന്നത്. വലതുവശത്ത് ഈ കാണുന്നത് ഷവർ ഏരിയയാണ്. തടവുകാർക്ക് ആഴ്ചയിൽ 2 തവണ കുളിക്കാനേ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. 4 മിനിറ്റായിരുന്നു ഒരാൾക്ക് കുളിക്കാൻ അനുവദിച്ചിരുന്ന സമയം. ആദ്യ 1 മിനിറ്റ് കൊണ്ട് ശരിക്കും ശരീരം നനയ്ക്കണം. 2ാമത്തെ മിനിറ്റ് കൊണ്ട് സോപ്പ് തേക്കണം. 3ാമത്തെ മിനിറ്റിൽ സോപ്പ് കഴുകിക്കളയണം. അടുത്ത 1 മിനിറ്റ് കൊണ്ട് തോർത്തുകയും വേണം. അങ്ങനെ 4 മിനിറ്റിൽ തീരുന്ന ഒരു കുളി. ഞങ്ങൾ നടന്നെത്തിയത് വലിയൊരു ഹാളിലേക്കാണ്. ഇതായിരുന്നു ജയിലിലെ അടുക്കള. അതിന്റെ കാര്യങ്ങൾ ഗൈഡ് വിവരിച്ചു തന്നു. ഒരു ബേക്ക് ഹൗസ് എന്ന് വിശേഷിപ്പിക്കാം ഈ അടുക്കളയെ. തടവുകാർക്ക് ആവശ്യമായ ബ്രെഡാണ് ഇവിടെ പ്രധാനമായും ഉണ്ടാക്കിയിരുന്നത്. ഒരാൾക്ക് 1 ലോഫ് ബ്രെഡ് എന്നതായിരുന്നു കണക്ക്. തടവുകാർ തന്നെയായിരുന്നു പാചകക്കാർ. ഇവിടെ ഇരുന്ന് ഒരു വാർഡൻ അവരുടെ ജോലി നിരീക്ഷിക്കും.
അക്കാലത്തെ അടുക്കള ജോലികൾ വിശദീകരിക്കുന്ന ഫോട്ടോകൾ ഭിത്തിയിലുണ്ട്. 1991 വരെയും ഈ ജയിൽ പ്രവർത്തിച്ചിരുന്നുവെന്നോർക്കണം. ഈ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ട്രോളികളിൽ വെച്ച് തള്ളിയാണ് ഓരോ ബ്ലോക്കിലെയും സെല്ലുകളിലെ തടവുകാർക്ക് കൊണ്ടുചെന്ന് നൽകിയിരുന്നത്. ഏറ്റവും ദൂരെയുള്ള ബ്ലോക്കിലെ സെല്ലുകളിൽ എത്തുമ്പോഴേക്കും ഭക്ഷണം ആകെ തണുത്തുറഞ്ഞിരിക്കും. അത് തടവുകാരുടെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. പലരും പിറ്റേ ദിവസം ചൂടുവെള്ളം കിട്ടുമ്പോൾ അതിൽ മുക്കിയായിരുന്നു ബ്രെഡ് കഴിക്കുക. അടുത്തതായി ഒരു യാർഡിലേക്കെത്തുന്നു. പ്രിസൺ യാർഡ് 1A എന്ന ഭാഗമാണ്. ഇവിടുത്തെ ജുവനൈൽ പ്രിസന്റെ യാർഡായിരുന്നു ഇത്. 8-നും 17-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളെയാണ് ദുർഗുണ പരിഹാരത്തിനായി ജുവനൈൽ പ്രിസണിൽ പാർപ്പിച്ചിരുന്നത്. കനത്ത മതിലും ബാർബ്ഡ് വയർ വേലിയുമൊക്കെയുണ്ട് ഈ യാർഡിന്. ദിവസത്തിൽ വൈകുന്നേരം 1 മണിക്കൂർ തടവുകാർക്ക് ഇവിടെ ഇറങ്ങാം. കളിക്കാനും ശുദ്ധവായു ശ്വസിക്കാനുമെല്ലാമായി ഒരിടം. ജയിലിന്റെ ഓരോ ബ്ലോക്കിലുമുണ്ട് ഇത്തരം യാർഡുകൾ. ജുവനൈൽ ഹോമിലുള്ള കുട്ടികൾക്ക് മുതിർന്ന ജയിൽ പുള്ളികളെ കാണാനോ അവരുമായി ഇടപെടാനോ അവസരമുണ്ടായിരുന്നില്ല. 1950കളിൽ ഇവിടം ഏറ്റവും സുരക്ഷയുള്ള യാർഡാക്കി മാറ്റിയിരുന്നു. അക്കാലം മുതൽ കൊടും ക്രിമിനലുകളായ തടവുകാരുടെ വാസസ്ഥലമായിരുന്നു ഇത്. അവിടെ നിന്നും ഞങ്ങൾ അടുത്ത യാർഡിലേക്ക് നടന്നു. ഓരോ ബ്ലോക്കിലെയും തടവുകാർക്കായി ഇങ്ങനെ ഓരോ യാർഡുകളുണ്ട്. തടവുകാർക്ക് വൈകുന്നേരം 1 മണിക്കൂർ വ്യായാമത്തിലും കളികളിലുമെല്ലാം ഏർപ്പെടാവുന്ന ചെറുമുറ്റങ്ങൾ. ഇവിടെയാണ് അവരുടെ കാവൽക്കാർ നിൽക്കുക. 170 തടവുകാരാണ് ഒരു ബ്ലോക്കിൽ ഉണ്ടാവുന്നത്. അത്രയും പേർക്ക് ഒരു കാവൽക്കാരനെ ഉണ്ടാവൂ. അതുകൊണ്ടാണ് അയാളെ പ്രത്യേക വേലിക്കെട്ടിനകത്ത് നിർത്തുന്നത്. ഇത് ഇൻഡോർ ഗെയിംസിനും മറ്റുമുള്ള സ്ഥലങ്ങളാണ്. ചെറിയ ഷെഡുകൾ അതിനായുണ്ട്. ഇവിടെയാകട്ടെ നിലത്ത് മാർക്കിങ്ങുകൾ കാണാം. ടെന്നീസും ബാസ്കറ്റ്ബോളും മറ്റും കളിക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ടെന്നീസ് കളി നിർത്തലാക്കി. അങ്ങകലെ ഒരു വാച്ച് ടവർ. അവിടെ തോക്കുമായി പാറാവുകാരുണ്ടായിരുന്നു. അവർക്ക് ആ ടവറിൽ നിന്നാൽ പല ബ്ലോക്കുകളിലെ യാർഡുകൾ കാണാനാവും. ഏതെങ്കിലും യാർഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവിടെ നിന്ന് വെടിവെക്കും. ജയിലിൽ ഉണ്ടായിരുന്ന സംവിധാനങ്ങളെല്ലാം ഒരു മാറ്റവും വരുത്താതെ നിലനിർത്തുകയാണ് ഇപ്പോൾ. ഇവിടെ ടെന്നീസ് കളി വളരെ ജോറായി നടന്നുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഈ മതിലിനപ്പുറം റോഡാണ്. തടവുകാർ ടെന്നീസ് ബോൾ നീട്ടി അപ്പുറത്തേക്ക് അടിച്ചിടും. ആ ബോൾ മതിലിനപ്പുറം റോഡരികിൽ ചെന്ന് വീഴും. തടവുകാരുടെ ചില കൂട്ടാളികൾ അവിടെ കാത്തു നിൽപ്പുണ്ടാകും. അവർ ആ ബോളിനകത്ത് കഞ്ചാവും മയക്കുമരുന്നുമൊക്കെ വെച്ച് തിരികെ ഇവിടേക്ക് എറിയും. ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചുകൊണ്ട് കുറെ കാലം ഈ കളി തുടർന്നു. പിന്നീട് യഥാർത്ഥ കളി തിരിച്ചറിഞ്ഞ ഉദ്യോഗസ്ഥർ ടെന്നീസ് കളി പൂർണ്ണമായും നിർത്തലാക്കി. തടവറ ഏതുമാകട്ടെ, അവിടെ നിന്നും പുറത്തു കിടക്കാനായി ആഗ്രഹിക്കുന്നവരാണ് ജയിൽ പുള്ളികൾ. അതിനായി അവർ പല പല മാർഗങ്ങൾ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഓരോ യാർഡിൽ നിന്നും സെല്ലുകളുടെ ബ്ലോക്കിലേക്കുള്ള വഴികളാണ് ഇതൊക്കെ. മെയിൻ ബിൽഡിംഗിലേക്ക് കയറാനുള്ള എൻട്രൻസ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഞങ്ങൾ കയറുന്ന വാതിലിലൂടെയല്ല തടവുകാരെ കയറ്റിവിട്ടിരുന്നത്. അവരെ ഈ കറങ്ങുന്ന ഗേറ്റിനുള്ളിലൂടെയാണ് വിടുക. ഞങ്ങൾ ഇപ്പോഴാണ് മെയിൻ പ്രിസൺ ബിൽഡിംഗിന്റെ അകത്തേക്കെത്തുന്നത്. നേരത്തെ പുറത്തുനിന്ന് കണ്ട വമ്പൻ കെട്ടിടം ഇതാണ്. താഴെ നിന്ന് നോക്കുമ്പോൾ 4 നിലകളുടെയും സെല്ലുകളുടെ മുൻഭാഗം കാണാം. നടുവിൽ വലിയൊരു ഇടനാഴി. 1-ാം നിലയുടെ ഉയരത്തിൽ വലിയ ഇരുമ്പ് വല സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് കാരണം ഗൈഡ് പറഞ്ഞു തന്നു. ഈ സെല്ലുകളിലൊന്നും ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല. ഗൈഡ് ഒരു ചുവന്ന ബക്കറ്റ് എടുത്തു കാണിച്ചു. എല്ലാ സെല്ലുകളിലും ഇങ്ങനെ ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ വേണം ഓരോ തടവുകാരനും പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കാൻ. രാവിലെ നിശ്ചിത സമയത്ത് എല്ലാ തടവുകാരെയും ഈ ബക്കറ്റുമായി പുറത്തിറക്കും. തുടർന്ന് ബക്കറ്റിലുള്ളത് കളയേണ്ടിടത്ത് കൊണ്ടുപോയി കളയണം. ഇങ്ങനെ ബക്കറ്റുമായി പുറത്തിറങ്ങുമ്പോൾ താഴെ കാവൽക്കാർ നിൽപ്പുണ്ടാകും. ചില തടവുകാർ അവരെ ഈ ബക്കറ്റ് വെച്ച് മുകളിൽ നിന്ന് എറിയാൻ തുടങ്ങി. ഇതോടെയാണ് മുകളിൽ ഈ വല കെട്ടിയത്. മനുഷ്യവിസർജ്യം അടങ്ങിയ ബക്കറ്റുകൊണ്ടുള്ള ആക്രമണം തടയാനുള്ള സംവിധാനം. ഈ ജയിലിന്റെ പ്രവർത്തനം അവസാനിച്ച 1991 വരെയും കുറേയേറെ സെല്ലുകളിൽ ക്ലോസറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം.
ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. രണ്ടാം ഡിവിഷന്റെ അകത്തുകൂടി ഞങ്ങൾ നടത്തം തുടർന്നു. കൃത്യതയാർന്ന ആർക്കിടെക്ചർ തന്നെയാണ് കെട്ടിടത്തിൻ്റേത്. എല്ലാ നിലകളിലും ഇതുപോലുള്ള സെല്ലുകളാണ്. പലതിനും ശരിക്കും വായു സഞ്ചാരത്തിനുള്ള മാർഗം പോലുമില്ല. അതിനുള്ളിൽ ദീർഘകാലം കഴിച്ചുകൂട്ടുക എന്നത് കഠിനമായ ഒരു ശിക്ഷ തന്നെയായിരുന്നിരിക്കാം. 1860 മുതൽ 1870 വരെ സെല്ലിലെ സൗകര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ഹാമക് പോലുള്ള ഒരു സംവിധാനത്തിലാണ് കിടക്കേണ്ടത്. വളരെ ഇടുങ്ങിയ മുറിയാണ്. വെളിച്ചം കടന്നുവരാൻ ചെറിയൊരു ജനൽ, ചെറിയൊരു മേശയും ഇരിപ്പിടവും, ഒരു മൂലയിൽ മലമൂത്ര വിസർജനത്തിനുള്ള ബക്കറ്റ്. വാതിൽ തുറന്നിട്ടതുകൊണ്ടാണ് ഇപ്പോൾ സെല്ലിൽ ഇത്രയും വെളിച്ചം. അല്ലെങ്കിൽ ആ ചെറിയ ജനാലയിലൂടെയുള്ള വെളിച്ചം മാത്രമായിരുന്നു പകൽ നേരത്ത് ഇതിലുണ്ടാവുക. ഈ ഇടുങ്ങിയ മുറിയിൽ അടച്ചിരുന്ന മനുഷ്യർക്ക് കുറച്ചു സമയം കഴിയുമ്പോഴേക്കും ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിപ്പോകുന്നു. തൊട്ടടുത്തുള്ള മുറി ഇതാണ്. 1852-60 കാലത്തെ സൗകര്യങ്ങളാണ് ഇതിൽ കാണുന്നത്. മുറിയിൽ ഒരു വാഷ് ബേസിനുണ്ട്. എന്നാൽ പിന്നീട് അത് എടുത്തു കളഞ്ഞിരുന്നു. വാഷ് ബേസിന്റെ കുഴലിലൂടെ പുറത്തെ മാലിന്യക്കുഴിയിലെ ഗന്ധം സെല്ലുകളിലാകെ നിറഞ്ഞപ്പോൾ ആ ബേസിനുകൾ നീക്കം ചെയ്യുകയാണുണ്ടായത്. ഇതായിരുന്നു അന്നത്തെ ജയിലിലെ സൗകര്യം. ഇതിൽ എങ്ങനെ ആളുകൾ ജീവിച്ചു എന്ന് ആലോചിക്കുമ്പോൾ ഭീകരത തോന്നും. 4 അടി വീതിയും 7 അടി നീളവുമുള്ള സെൽ. ഇതിൽ ഒരു ഫോൾഡിംഗ് ടേബിളും സ്റ്റൂളും സ്ഥാപിച്ചത് 1952-ലാണ്. അക്കാലത്ത് സെൽ ഇന്ന് കാണുന്ന വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത സെല്ലിലേക്ക് ചെന്നു. ഇവിടെ കാര്യം കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. മുറിയുടെ വലിപ്പം കൂടിയിരിക്കുന്നു. നല്ലൊരു മെത്തയും തലയിണയും ബ്ലാങ്കറ്റുമെല്ലാമുണ്ട്. ഒരു ചെറുജാലകമാണ് സെല്ലിലേക്ക് വെളിച്ചവും ശുദ്ധവായുവും കടന്നുവരാനുള്ള മാർഗം. 1960 മുതൽ 1970 വരെ സെല്ലുകൾ ഇങ്ങനെയായിരുന്നു. അപ്പോഴേക്കും മുറികളിൽ വൈദ്യുതി വിളക്കുകൾ വന്നു. സെല്ലിന്റെ വിസ്താരം കൂടി. കട്ടിൽ, ചെറുമേശ, സ്റ്റൂൾ, ചെറിയ അലമാരി എന്നിവയൊക്കെ ഉണ്ടായി. 1972 നിയോഗിക്കപ്പെട്ട റോയൽ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് സെല്ലുകളിൽ മാറ്റം വരുത്തിയത്. ഇടുങ്ങിയ 2 സെല്ലുകൾക്കിടയിലെ ഭിത്തി എടുത്തു കളഞ്ഞ് വിസ്താരത്തിലുള്ള ഒറ്റ സെല്ലാക്കി മാറ്റാൻ നിർദ്ദേശിച്ചതും അവരാണ്. പ്രാഥമിക കൃത്യങ്ങൾക്കുള്ള ബക്കറ്റിന് അപ്പോഴും മാറ്റം വന്നിരുന്നില്ല. കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യാവകാശങ്ങൾ വർദ്ധിച്ചതുകൊണ്ടായിരിക്കണം സെല്ലുകളിലെ സൗകര്യങ്ങൾ കൂടിത്തുടങ്ങിയത്. 1960കളിൽ ജയിലിലുണ്ടായ മാറ്റമാണ് ഈ സെല്ലിൽ കാണുന്നത്. ഡബിൾ ഡക്കർ കട്ടിലുകൾ വന്നു. സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയ 2 തടവുകാർക്ക് ഒരേ സെല്ലിൽ കഴിയാനും അന്ന് അനുമതി നൽകി. അക്കാലത്ത് കൺട്രോളിംഗ് ജനറലായിരുന്ന കോളിൻ ക്യാമ്പലാണ് സെല്ലുകളിൽ ഇങ്ങനെ സമൂലമായൊരു മാറ്റം കൊണ്ടുവന്നത്. പല കാലങ്ങളിലെ പലതരം സെല്ലുകളുടെ കാഴ്ചകളിലൂടെ ഞാൻ നടന്നു. ജയിൽ ഒരു സ്മാരകമായി മാറ്റിയപ്പോൾ പഴയ കാലത്തെ സെല്ലുകൾ ഇവിടെ അടുത്തടുത്തായി സജ്ജീകരിക്കുകയായിരുന്നു. വിചിത്രമായ പല സ്വഭാവങ്ങളുള്ള തടവുകാർ കഴിഞ്ഞിരുന്ന ജയിലാണിത്. A24 എന്ന ഈ സെല്ല് അത്തരമൊരാൾ തടവിൽ കഴിഞ്ഞിരുന്ന ഇടമാണ്. സെല്ലുകളുടെ ഭിത്തിയിൽ വരയ്ക്കാനോ പോറലുണ്ടാക്കാനോ തടവുകാർക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സെല്ലിൽ കിടന്നിരുന്ന കലാകാരന് പ്രത്യേക ഒരു അനുമതി കിട്ടി, ഭിത്തിയിൽ ചിത്രം വരയ്ക്കാൻ. അയാൾ ഈ സെല്ല് ആകെ തന്നെ പെയിന്റിങ്ങുകൾ കൊണ്ട് നിറച്ചു. സ്വന്തം തടവ് ജീവിതം വരെ അയാൾ ചിത്രമാക്കിയിട്ടുണ്ട്. 1980കളുടെ അവസാനമായപ്പോഴേക്കും ഫ്രീമാൻഡിൽ പ്രിസൺ അടച്ചുപൂട്ടാനുള്ള ചർച്ചകൾ സജീവമായിരുന്നു. അക്കാലത്താണ് കലാകാരന്മാരായ തടവുകാർക്ക് ഭിത്തിയിൽ ചിത്രം വരയ്ക്കാനും മറ്റും അനുമതി നൽകിയത്. ഈ വിധം ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ വേറെയും ഏതാനും സെല്ലുകൾ ജയിലിലുണ്ട്. ഞങ്ങൾ അവിടെ നിന്നും വീണ്ടും നടന്നു. 3rd ഡിവിഷനിലൂടെയാണ് പോകുന്നത്. മുകൾ നിലയിലേക്ക് പോകാനുള്ള ഒരു ഗോവണി ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് ഇനി ഗൈഡിനൊപ്പം മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇടുങ്ങിയ ഒരു വഴി. അതിലൂടെ നടന്നെത്തുന്നത് ഇവിടുത്തെ ഏറ്റവും ഭീകരമായ ഒരു മുറിയിലേക്കാണ്. വധശിക്ഷയ്ക്ക് വിധിച്ച തടവുകാരനെ തൂക്കിക്കൊല്ലുന്ന സ്ഥലം. തൂക്കുമരവും തൂക്കുകയറും മരവാതിലുകൾ താഴേക്ക് തുറക്കുന്ന അറയുമെല്ലാം ഇപ്പോഴും പഴയതുപോലെ നിലനിർത്തിയിരിക്കുന്നു. 1889-നും 1964-നും ഇടയിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 44 പേരെ തൂക്കിലേറ്റിയ മുറിയാണിത്.
പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ വധശിക്ഷ നടപ്പാക്കിയിരുന്ന ഏക സ്ഥലം. അതിന്റെ കഥ ഗൈഡ് പറയുന്നുണ്ട്. കൃത്യമായ ചിട്ടയോടെയായിരുന്നു വധശിക്ഷ നടപ്പിലാക്കിയിരുന്നത്. വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിലെത്തുന്ന പ്രതിയെ കോൺക്രീറ്റ് തറയുള്ള ഒരു പ്രത്യേക സെല്ലിലാണ് അടയ്ക്കുക. അയാൾ 24 മണിക്കൂറും നിരീക്ഷണത്തിലായിരിക്കും. ആത്മഹത്യ ചെയ്യുന്നത് തടയാനാണത്. തിങ്കളാഴ്ച രാവിലെ 8 മണിക്കാണ് ഇവിടെ തൂക്കിക്കൊല്ലൽ നടന്നിരുന്നത്. വധശിക്ഷ നടപ്പാക്കുന്ന ദിവസം രാവിലെ 5 മണിക്ക് തടവുകാരനെ ഉണർത്തുന്നു. അയാളെ കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിക്കും. തുടർന്ന് അവസാനത്തെ ഭക്ഷണം നൽകും. അതിനുശേഷം കയ്യാമം വെച്ച് അയാളെ ഇതിന് തൊട്ടടുത്തുള്ള കണ്ടംഡ് സെല്ലിലേക്ക് എത്തിക്കും. അവിടെ വെച്ച് തടവുകാരന് അല്പം ബ്രാൻഡി നൽകും. മാനസിക പിരിമുറുക്കം കുറയ്ക്കാനാണത്. തൂക്കുമര ചുവട്ടിലെത്തുന്ന പ്രതിയുടെ കഴുത്തിൽ കയറിടുകയും തുടർന്ന് ഒരു ലിവർ വലിച്ച് ട്രാപ്പ് ഡോർ തുറക്കുകയും ചെയ്യും. ഇവിടെ നിന്ന് താഴേക്ക് പടവുകളുണ്ട്. അവിടെ ഇറങ്ങിച്ചെന്ന് ഡോക്ടർ കുറ്റവാളിയുടെ മരണം സ്ഥിരീകരിക്കുകയും തുടർന്ന് മൃതദേഹം സംസ്കരിക്കാനായി കൊണ്ടുപോവുകയും ചെയ്യും. ആ തൂക്കുമുറിയിൽ നിന്നും ഞങ്ങൾ പുറത്തിറങ്ങി. 1000 തടവുകാർ വരെ ഇവിടെ ഉണ്ടായിരുന്ന കാലമുണ്ട്. കുപ്രസിദ്ധമായ പല ജയിൽ ചാട്ടങ്ങളുടെയും വേദിയാണ് ഈ ജയിൽ. 1972 നടന്ന ഒരു ജയിൽ ചാട്ടമാണ് അതിൽ ഏറ്റവും പ്രമുഖമായത്. മോഗൻ ഹൂപ്പർ എന്ന തടവുകാരനും 2 കൂട്ടാളികളുമാണ് അന്ന് രക്ഷപ്പെട്ടത്. നല്ല കഴിവുള്ള ഒരു ഇലക്ട്രോണിക് വിദഗ്ധനായിരുന്നു മോഗൻ ഹൂപ്പർ. ജയിലിലെയും സമീപത്തെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെയും ടെലിഫോൺ റിപ്പയർ ചെയ്തിരുന്നത് ഹൂപ്പർ ആയിരുന്നു. ഇതിനിടെ അയാൾ പല ഫോണുകളുടെയും ഭാഗങ്ങൾ കൈവശപ്പെടുത്തി ഒരു ഫോൺ ഉണ്ടാക്കി. വളരെ തന്ത്രപൂർവ്വം അത് ജയിലിന്റെ കവാടത്തിലെ പോസ്റ്റുമായി കണക്ട് ചെയ്തു. അവസരമൊത്തു വന്നപ്പോൾ തന്റെ ഫോണിലൂടെ ഹൂപ്പർ ഗൺ പോസ്റ്റിലേക്ക് വിളിച്ചു. താൻ ഗേറ്റ് ഓഫീസറാണെന്നും ജയിലിലെ പണിശാലയുടെ മുന്നിൽ ചില അസ്വാഭാവിക ചലനങ്ങൾ നടക്കുന്നുണ്ടെന്നും അത് നിരീക്ഷിക്കണമെന്നും അയാൾ ഗാർഡിനോട് പറഞ്ഞു. ഗാർഡിന്റെ ശ്രദ്ധ അവിടേക്കായി. ഈ സമയം ടെലിഫോൺ കേബിളുകൾ കൂട്ടിക്കെട്ടിയുണ്ടാക്കിയ ഗോവണികൾ വഴി ഹൂപ്പറും കൂട്ടരും ജയിൽ ചാടുകയും ചെയ്തു. ഞങ്ങളിപ്പോൾ ചെല്ലുന്നത് വനിതകളുടെ ജയിലിലേക്കാണ്. ആദ്യകാലത്തെ അലക്ക് കേന്ദ്രമായിരുന്നു ഇത്. ഡ്യൂട്ടി ഓഫീസറുടെ ഒരു മുറിയുണ്ട് ഇവിടെ. വലിയ ഗ്ലാസ് ജാലകമുള്ള മുറി. ഇതായിരുന്നു സ്ത്രീ തടവുകാരുടെ സെല്ലുകൾ. 1850-ൽ പണിത കെട്ടിടമാണ്. പ്രധാന ജയിലിന്റെ അടുക്കളയായാണ് ഇത് നിർമ്മിച്ചതെങ്കിലും പിന്നീട് അലക്ക് കേന്ദ്രവും തുടർന്ന് സ്ത്രീകളുടെ ജയിലുമാക്കുകയായിരുന്നു. ഈ ജയിലിൽ നേരത്തെ കണ്ടതിലും കുറച്ചുകൂടി ഭേദപ്പെട്ട സെല്ലുകളാണ്. പരമാവധി 60 തടവുകാരെ ഉണ്ടായിരുന്നുള്ളൂ സ്ത്രീകളുടെ ജയിലിൽ. മോഷ്ടാക്കൾ മുതൽ കൊലപാതകികൾ വരെ ഉണ്ടായിരുന്നു അവരിൽ. അതിലൊരാൾ ഈ ജയിലിൽ വെച്ച് തന്നെ തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു. യൂറോപ്യൻ ക്ലോസറ്റും ബാത്ത് ടബും വാഷ് ബേസിനുമെല്ലാം ഉണ്ടായിരുന്നു സ്ത്രീ തടവുകാരുടെ ഉപയോഗത്തിനായി. വനിതാ കുറ്റവാളികളുടെ വിവരങ്ങൾ ചേർത്ത രജിസ്റ്റർ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പല പേജുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കമ്പ്യൂട്ടറുകളൊന്നുമില്ലാത്ത കാലമാണല്ലോ. രജിസ്റ്ററിൽ എഴുതി തന്നെ എല്ലാം സൂക്ഷിക്കണം. തടവുകാരുടെ ചിത്രങ്ങൾ വരെ പേജിൽ പതിച്ചിട്ടുണ്ട്. വളരെ ചിട്ടയോടെയായിരുന്നു ഇത്തരം റെക്കോർഡുകളെല്ലാം സൂക്ഷിച്ചിരുന്നത്. ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. കാഴ്ചകൾ ഏതാണ്ട് കണ്ടുകഴിഞ്ഞു. 130 വർഷത്തിലേറെ വളരെ സജീവമായിരുന്ന ഈ ജയിൽ 1991 നവംബർ 30-നാണ് പൂർണ്ണമായും അടച്ചുപൂട്ടിയത്. ജയിൽ ചാട്ടങ്ങളും തടവുകാരുടെ കലാപങ്ങളും പതിവായതോടെയായിരുന്നു അടച്ചുപൂട്ടൽ. 1988 ജനുവരി 4-നുണ്ടായ കലാപത്തിൽ 70 തടവുകാർ ചേർന്ന് 5 ഓഫീസർമാരെ ബന്ദികളാക്കുകയും ജയിലിന് തീയിടുകയും ചെയ്തിരുന്നു. 18 ലക്ഷം ഓസ്ട്രേലിയൻ ഡോളറിന്റെ നഷ്ടമാണ് അന്നുണ്ടായത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഫ്രീമാൻഡിൽ പ്രിസണിലെ സുരക്ഷ ദുർബലമാണെന്നും പുതിയ സാഹചര്യത്തിലെ സുരക്ഷ ഇവിടെ ഒരുക്കാനാവില്ലെന്നും കണ്ടെത്തി. അങ്ങനെയാണ് പെർത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള കാസ്വാറീനയിൽ അതീവ സുരക്ഷയും ആധുനിക സൗകര്യങ്ങളുമുള്ള പുതിയ ജയിൽ പണിതതും ഇവിടുത്തെ തടവുകാരെ അവിടേക്ക് മാറ്റിയതും. 130 വർഷത്തിന്റെ സംഭവബഹുലമായ ചരിത്രമുണ്ട് ഈ ജയിലിന്. 1.25 മണിക്കൂർ നീണ്ട ജയിൽ ടൂർ അവസാനിച്ചു. ഞങ്ങൾ പുറത്തേക്ക് നടന്നു. 1991-ൽ അടച്ചുപൂട്ടിയപ്പോൾ തന്നെ ഇതൊരു ചരിത്രസ്ഥലമായി സംരക്ഷിക്കാനുള്ള നടപടികൾ തുടങ്ങിയിരുന്നു. 1995 ജൂൺ 30-ഓടെയാണ് ഇവിടെ സന്ദർശകരെ അനുവദിച്ചു തുടങ്ങിയത്. 2010-ൽ ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു.
ഞങ്ങൾ കാറിൽ കയറി. ഇനി നഗരത്തിലേക്ക് പോവുകയാണ്. നഗരത്തിൽ വളരെ രസകരമായ കുറച്ചു കാഴ്ചകളുണ്ട്. ഇടതുവശത്ത് ഫ്രീമാൻഡിൽ ജയിലിന്റെ മതിൽക്കെട്ട്. അതിനകത്തുകൂടിയാണ് ഇത്ര നേരം ഞങ്ങൾ നടന്നത്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ തന്നെ ഏറ്റവും ചരിത്ര പ്രാധാന്യമാർന്ന നഗരഭാഗം ഫ്രീമാൻഡിലാണ്. 2 നൂറ്റാണ്ട് മുൻപ് മുതൽ ഇങ്ങോട്ടുള്ള സജീവമായ മനുഷ്യ സാന്നിധ്യത്തിന്റെ കഥ ഈ പ്രദേശത്തിന് പറയാനുണ്ട്. തടവുകാർ ടെന്നീസ് കളിക്കുമ്പോൾ എറിയുന്ന പന്ത് ഇവിടെയാണ് വന്ന് വീണുകൊണ്ടിരുന്നത്. ഇവിടെ കാത്തിരിക്കുന്ന സുഹൃത്തുക്കൾ പന്തിൽ കഞ്ചാവും മയക്കുമരുന്നുമൊക്കെ വെച്ച് തടവുകാർക്ക് തിരികെ എറിഞ്ഞുകൊടുക്കുകയും ചെയ്യും. ഈ ഭാഗത്തെല്ലാം ഫ്രീമാൻഡിലെ പഴയകാല കെട്ടിടങ്ങൾ കാണാം. ചരിത്രം തുടിക്കുന്ന കെട്ടിടങ്ങളാണെല്ലാം. ഇടയ്ക്ക് പുതിയ കാല കെട്ടിടങ്ങളുമുണ്ട്. പഴയ പള്ളികൾ, മറ്റു സ്ഥാപനങ്ങൾ. തെളിച്ചമില്ലാത്ത ഒരു ദിവസമാണ്. മഴ പെയ്യുമോ എന്ന് ചെറിയ ആശങ്കയുണ്ട്. ഞങ്ങൾ യാത്ര തുടർന്നു.